നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലോറിൻ്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രോമിനെ പറ്റി പഠിച്ചായിരുന്നു. അപ്പം മാസ് സ്പെക്ട്രത്തിൽ ക്ലോറിൻ്റെ ഡിഫറെൻ്റ് ഐസോട്ടോപ്പ് ഒരു കോമ്പൗണ്ടിലെത്തുമ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കാണിക്കുന്നത്, മോളിക്കുലർ അയോണിൻ്റെ ഒക്കെ പീക്ക് കാണിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 35 ക്ലോറിനും 37 ക്ലോറിനും നമ്മുടെ നേച്ചറിൽ ഉള്ള കാണപ്പെടുന്ന റേഷ്യോ ആണ് 3:1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രപഞ്ചത്തിലെ എല്ലാ ക്ലോറിനൂടെയാണ് ഇരിക്കട്ടെ. അപ്പോൾ ക്ലോറിൻ പൂൾ വെറുതെ എഴുതിയേക്കുക. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ക്ലോറിനാട്ടം റാൻഡംലി എടുക്കുക. അന്നേരം അത് 35 ക്ലോറിനാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/4 ആണ്. ഇനി ഈ പൂളിൽ നിന്ന് ഞാൻ ക്ലോറിൻ എടുക്കുമ്പം അത് 37 ക്ലോറിനാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/4 ആണ്. ഇനി നമുക്ക് ഈ കോമ്പൗണ്ടിനെ പറ്റി പഠിക്കാം. ഈ കോമ്പൗണ്ടിൽ കണ്ടോ, ബെൻസീൻ 3 ക്ലോറിനുണ്ട്. ആ 3 ക്ലോറിനും വേണമെങ്കിൽ 35 ക്ലോറിനാകാം, 37 ക്ലോറിനാകാം, അല്ലെ ഏതൊരു പല രീതിയിൽ നമുക്കിതിൻ്റെ അറേഞ്ച്മെൻറ്റ് പറ്റും. അപ്പം അതിനകത്തെ മാസ് സ്പെക്ട്രത്തിനകത്തെ ഈ മോളിക്കുലർ അയോണിൻ്റെ പീക്കുകളും അതിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോയൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. അതെന്നാന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ 3 ക്ലോറിനും 35 ക്ലോറിൻ ആകുമ്പോഴാണ്. ഇനി ഈ കോമ്പൗണ്ടിലെ ഏതെങ്കിലും ഒരു ക്ലോറിൻ, 3 ക്ലോറിനിൽ ഒരു ക്ലോറിൻ 37 ക്ലോറിൻ ആണെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് M+2 ആയിരിക്കും. ഇനി അടുത്ത കേസ്, ഈ 3 ക്ലോറിനിലെ ഏതെങ്കിലും 2 ക്ലോറിൻ 37 ക്ലോറിൻ ആണെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് M+4 ആയിരിക്കും. ഇനി ഈ 3 ക്ലോറിനകത്തെ 3 ക്ലോറിനും 37 ക്ലോറിൻ ആണെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് M+6 ആയിരിക്കും. അങ്ങനെയാണ് അപ്പം നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് മാസ് സ്പെക്ട്രത്തിൽ. അഥവാ ഈ കോമ്പൗണ്ട് പ്രപഞ്ചത്തിലുള്ള ഈ കോമ്പൗണ്ട് ഇങ്ങനെ കുറേ കോമ്പൗണ്ടുകൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് ഈ കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതിനകത്ത് എന്തേരെയായി M+2 ആകാനുള്ള സാധ്യത, M+4 ആകാനുള്ള സാധ്യത, അങ്ങനെ ഇതിലേത് വേണേലും ആകാമല്ലോ, 4 ആ സാധ്യതകളെ പറ്റിയും ആണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനായിട്ട് ഞാനിവിടെ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി 3 ബോക്സ് വരച്ചിട്ടുണ്ട്. ബോക്സ് അഥവാ പൂള്. അപ്പം ഈ 3 ബോക്സിൽ നിന്ന് അഥവാ 3 പൂളിൽ നിന്ന് നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് 3 ക്ലോറിൻ എടുക്കണം. എടുത്തിട്ട് ഇപ്പം എ എന്ന് പറയുന്ന പൂളിൽ നിന്ന് ഒരു ക്ലോറിൻ എടുത്തിട്ട് അത് എ പൊസിഷനിൽ കൊണ്ടുവെക്കണം. ഈ ABC എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പൊസിഷൻസ് ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ആ ഒരു പൂളിൽ നിന്ന് നമ്മൾ ഒരു ക്ലോറിൻ റാൻഡംലി എടുക്കുന്നു, എന്നിട്ടത് ബി പൊസിഷനിൽ കൊണ്ടുവെക്കുന്നു. സി എന്ന് പറയുന്ന ക്ലോറിൻ പൂളിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ക്ലോറിൻ എടുക്കുന്നു, അതെന്നിട്ട് സി പൊസിഷനിൽ കൊണ്ട് വെക്കുന്നു. ആ രീതിയിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ കാണാം. അപ്പം ഞാൻ ആദ്യമേ ഇവിടുന്നും അങ്ങനെ 3 ക്ലോറിൻ സൈമിൾട്ടേനിയസ് ആയിട്ട് എടുത്തിട്ട് ഈ ബെൻസീൻ കൊണ്ടുവച്ചെന്നിരിക്കട്ടെ. അന്നേരം ഈ ക്ലോറിൻ നമ്മുടെ 35 ക്ലോറിൻ ആക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/4 ആണ്. ഇതും 35 ക്ലോറിൻ ആകാനുള്ള പ്രോബബിലിറ്റി 3/4 ആണ്. ഇതും 35 ക്ലോറിൻ ആകാനുള്ള പ്രോബബിലിറ്റി 3/4 ആണ്. അപ്പം ഈ 3 ക്ലോറിനും 35 ക്ലോറിൻ ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/4. അപ്പം നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യുന്നത് എം മാസ് എന്ന് പറഞ്ഞാൽ 3 ക്ലോറിനും 35 ക്ലോറിനാണ്. അപ്പം ഇത് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് എ പൊസിഷനെ സൂചിപ്പിക്കുന്നു, സെക്കൻഡ് ബി പൊസിഷനെ, തേർഡ് സി പൊസിഷനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എ പൊസിഷനിൽ 35 ക്ലോറിൻ വരാനുള്ള പ്രോബബിലിറ്റി 3/4, ബി പൊസിഷനിൽ 35 ക്ലോറിൻ വരാനുള്ള പ്രോബബിലിറ്റി 3/4, സി പൊസിഷനിൽ 35 ക്ലോറിൻ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/4. അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 27/64 എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിതിനെ 3 ബോക്സായിട്ട് സങ്കല്പിച്ചിട്ട് ഈ ക്ലോറിനെല്ലാം ബോളായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ ബോക്സിൽ നിന്ന് ബോൾ എടുക്കുന്ന ഒരു പ്രോബബിലിറ്റി കേസ് അത് നമ്മൾ മനസ്സിൽ ഓർത്താൽ മതി.
അതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രോബബിലിറ്റി എന്ന കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാകാത്തവർ ആ വീഡിയോ കണ്ടാൽ മതി. ഞാനിപ്പോൾ ഇന്നലെ കാണിച്ച ആ വീഡിയോയുടെ ഒരു ചെറിയ പാർട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് പിടികിട്ടും. അതായത് ഇന്നലെ നമ്മൾ കണ്ട കേസിൽ 2 ബോക്സ് ഉണ്ട്. അതിനകത്ത് 2 ബ്ലാക്ക് ബോളും 2 വൈറ്റ് ബോളും ഉണ്ട്. 6 ബ്ലാക്ക് ബോളും 7 വൈറ്റ് ബോളും ഉണ്ട്. അപ്പം നമുക്ക് 2 ബോളും ഇവിടുന്ന് ഒരു ബോൾ എടുക്കുന്നു, ഇവിടുന്ന് ഒരു ബോൾ എടുക്കുന്നു. അങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ട് 2 ബോൾ എടുക്കുക 2 ബോക്സിൽ നിന്ന്. അന്നേരം അത് രണ്ടും ബ്ലാക്ക് ആകാനുള്ള പ്രൊബബിലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? ദ പ്രൊബബിലിറ്റി ഓഫ് ടേക്കിംഗ് ബ്ലാക്ക് ബോൾ ഫ്രം ബോത്ത് ബോക്സ് എന്ന് പറയുന്നത് എന്താ ചെയ്താൽ നമ്മൾ ഇവിടുന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രൊബബിലിറ്റി 2/5 ആണ്. ഇവിടുന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രൊബബിലിറ്റി 6/13 ആണ്. അപ്പോൾ അത് തമ്മിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 12/65 എന്ന് കിട്ടി. ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ക്ലോറിൻ്റെ ആ ഒരു കേസിൽ. ഇവിടെ നമ്മൾ എ എന്നും ബി എന്നും പറഞ്ഞ ബോക്സ് എടുത്ത പോലെ നമ്മൾ ആ ക്ലോറിൻ്റെ കേസിൽ എ എന്നും ബി എന്നും സി എന്നും ഉള്ള 3 ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബോക്സ് എന്നതിനേക്കാളുപരി ഞാൻ ഇവിടെ ഒരു പൂൾ എന്നൊരർത്ഥത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് പ്രപഞ്ചത്തിൽ നിന്ന് ക്ലോറിൻ 3 തവണ എടുക്കുന്നു എന്നൊരു മീനിങ്ങിലാണ് ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മളവിടെ ബ്ലാക്ക് ബോളിൻ്റെ 2 ബോളും ബ്ലാക്ക് ബോൾ ആകാൻ ഗുണിക്കുമല്ലേ ചെയ്തത് എന്ന് പറഞ്ഞ പോലെ ഈ 3 ക്ലോറിനും 35 ക്ലോറിൻ ആകാനുള്ള പ്രൊബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ പ്രൊബബിലിറ്റിയും നമ്മൾ ഗുണിച്ച് 27/64 എന്ന് എഴുതി. മനസ്സിലായല്ലോ? ഇനി അടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ M+2 ആയിട്ട് ഈ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ. M+2 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു ക്ലോറിൻ 37 ക്ലോറിൻ ആകണം. അങ്ങനെ ഒരു ക്ലോറിൻ 37 ആകുക എന്ന് പറഞ്ഞാൽ ഇപ്പം A 37 ക്ലോറിനായിട്ട് മറ്റേത് രണ്ടും 35 ക്ലോറിൻ ആകാം. വേണമെങ്കിൽ B 37 ക്ലോറിനായിട്ട് മറ്റേത് രണ്ടും 35 ക്ലോറിൻ ആകാം. ഇനി C 37 ക്ലോറിനായിട്ട് മറ്റേത് രണ്ടും 35 ക്ലോറിൻ ആകാം. അപ്പോൾ ഈ സാധ്യതകളെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ എന്നാ ചിന്തിച്ചാൽ ആദ്യമേ നമുക്ക് A 37 ക്ലോറിനും ബിയും സിയും 35 ക്ലോറിനും ആകുന്ന കേസ് എടുക്കാം. അപ്പോൾ ആദ്യമേ എഴുതുന്ന എപ്പോഴും എയും പിന്നെ ബിയും പിന്നെ സിയും ആണെന്ന് ഓർത്തോണേ. നമ്മുടെ ഇനി മൊത്തത്തിൽ എല്ലാ കേസിലും അങ്ങനെയാണ്. ഫസ്റ്റ് എഴുതുന്നത് എ, ദെൻ ബി, ദെൻ സി. ഓക്കെ. അപ്പം ഇത് കണ്ടോ, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എ എന്ന് പറഞ്ഞ കാർബണയിൽ ഉള്ള എ എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള ക്ലോറിൻ 37 ക്ലോറിൻ ആകാനുള്ള പ്രോബബിലിറ്റി 1/4. മറ്റേ ബിയും സിയും നമ്മുടെ 35 ക്ലോറിൻ തന്നെ. അടുത്ത കേസ് എന്നാന്ന് ചോദിച്ചാൽ ബി എന്ന് പറയുന്ന ക്ലോറിൻ 37 ക്ലോറിൻ ആക്കാനുള്ള പ്രോബബിലിറ്റി. അന്നേരം എയും സിയും 35 ക്ലോറിൻ ആണ്. ഇവിടെയാണെങ്കിൽ എയും ബിയും 35 ക്ലോറിൻ, സി മാത്രം 37 ക്ലോറിൻ ആകാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഈ പ്രോബബിലിറ്റി അങ്ങനെ 3 പ്രോബബിലിറ്റി കിട്ടുമല്ലോ. അങ്ങനെ ഈ 3 പ്രോബബിലിറ്റിയും കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ആകെ പ്രോബബിലിറ്റി. അത് 27/64 എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്ന ഒരു സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം, അതായത് നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്തെ ഏതെങ്കിലും ഒരെണ്ണം, എ 35 ക്ലോറിനും മറ്റേത് 37 ക്ലോറിനും ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ എ മാത്രം 35 ക്ലോറിൻ, മറ്റേത് 37 ക്ലോറിൻ. എ മാത്രമല്ലല്ലോ, ബി വേണേ അങ്ങനെ ആകത്തില്ലേ? ബി 35 ക്ലോറിനും മറ്റേത് 37 ക്ലോറിനും ആകത്തില്ലേ? അപ്പോൾ ബി 35 ക്ലോറിൻ ആകാനുള്ള പ്രോബബിലിറ്റി, അന്നേരം എയും സിയും 37 ക്ലോറിൻ ആകാനുള്ള പ്രോബബിലിറ്റി. ഇത് ഗുണിക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടും. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാലോ, സി എന്ന് പറയുന്നത് 35 ക്ലോറിൻ, മറ്റേത് രണ്ടും 37 ക്ലോറിൻ. അപ്പം മറ്റേത് 37 ക്ലോറിൻ ആകാനുള്ള പ്രോബബിലിറ്റി, എ 37 ക്ലോറിൻ ആകാനുള്ള പ്രോബബിലിറ്റി 1/4, ബി 37 ക്ലോറിൻ ആകാനുള്ള പ്രോബബിലിറ്റി 1/4, സി 35 ക്ലോറിൻ ആക്കാനുള്ള പ്രോബബിലിറ്റി 3/4. അപ്പോൾ മൊത്തത്തിൽ സി 35 ക്ലോറിനായിട്ട് മറ്റേത് രണ്ടും 37 ക്ലോറിൻ ആകാനുള്ള പ്രോബബിലിറ്റി കിട്ടാനായിട്ട് ഇതമ്മി 3 കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഈ 3 സാധ്യതകളൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 9/64 എന്ന് കിട്ടും. ഇനി അടുത്തത് M+6. M+6 എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം 37 ക്ലോറിനാണ്. അതായത് എയും ബിയും സിയും എല്ലാം.
അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഡിഫറെൻറ്റ് കേസ് വരുന്നില്ല, എല്ലാം 37 ആയതുകൊണ്ട് ആഡ് ചെയ്യേണ്ടതായ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അപ്പം ജസ്റ്റ് A37 ക്ലോറിനാകാനുള്ള പ്രോബിലിറ്റി എത്ര? 1/4. B37 ക്ലോറിനാകാനുള്ള പ്രോബിലിറ്റി എത്ര? 1/4. C37 ക്ലോറിനാകാനുള്ള പ്രോബിലിറ്റി എത്ര? 1/4. അന്നേരം ജസ്റ്റ് 1/4 × 1/4 × 1/4 1/64 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കേസ് കിട്ടി. അപ്പോൾ ഉറപ്പായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പ്രോബിലിറ്റി 1 അല്ലേ വരേണ്ടത്? നമുക്ക് നോക്കാം. 27 + 27 എത്ര? 54. 54 + 9 എത്ര? 63. 63 + 1 എത്ര? 64. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 64/64 1 എന്ന് കിട്ടും. ടോട്ടൽ പ്രോബിലിറ്റി 1 അല്ലേ? അപ്പോൾ ഇത് പിടികിട്ടിയല്ലോ. അതായത് നമ്മുടെ റേഷ്യോ ആയ m/m+2/m+4/m+6 എന്ന് പറയുന്നത് ഇങ്ങനെ, ഇതിൻ്റെ പ്രോബബിലിറ്റിയുടെ റേഷ്യോ ഇങ്ങനെ എഴുതി. ജസ്റ്റ് 64 ക്യാൻസലായിപ്പോയി. 27:27:9:1. അപ്പോൾ ഇനി നമുക്ക് മാസ് സ്പെക്ട്രത്തിൻ്റെ ഈ തരത്തിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാമല്ലോ ഈസി ആയിട്ട്. അത് എൻ്റെ പ്രോബബിലിറ്റി അനുസരിച്ച് ഡിഫറെൻറ്റ് സാധ്യതകളും ഒക്കെ മനസ്സിലാക്കി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമുക്കിങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.